പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളിതുവരെ നമ്മൾ തണൽ മരങ്ങളിലൂടെ പല വ്യക്തികളെയും അവരിലൂടെ സമൂഹത്തിൽ നടക്കുന്ന വലിയ കാരുണ്യത്തിൻ്റെ ഒരു പ്രകടനം തന്നെ നമ്മൾ കണ്ടു. എന്നാൽ ഇന്നേ ദിവസം നമ്മളോടൊപ്പം ആയിരിക്കുന്നത് കൊച്ചി രൂപതയിലെ നസ്രത്ത് ഇടവകയുടെ കീഴിലുള്ള സെയിൻറ്റ് ആഗ്നസ് എന്ന കോൺവെൻറ്റിലുള്ള സിസ്റ്റർ മെറ്റിൽഡയുടെ അടുക്കിലേക്കാണ്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവ് ഇടപെട്ടതെന്നും ആ ദൈവവിളി സ്വീകരിച്ചത് എങ്ങനെയാണെന്നും ഈ കോൺഗ്രിഗേഷനിലെ കാര്യസ്ഥമനുസരിച്ച് സിസ്റ്ററിനെ എങ്ങനെ ദൈവം ഉപയോഗിച്ചുവെന്നും കർത്താവിൻ്റെ ഒരു നല്ല ഉപകരണമെന്ന നിലയിൽ ഏത് രീതിയിലാണ് കാരുണ്യത്തിൻ്റെ കരം മറ്റുള്ളവരിലേക്ക് നീട്ടപ്പെട്ടതെന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുനാമത്തിൽ സ്വാഗതം. കാരുണ്യത്തിൻ്റെ കരം നീട്ടി മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ സ്നേഹസുഗന്ധം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നവർ. ഇത് എറണാകുളം തോപ്പുംപടിക്കടുത്ത് നസ്രത്തിലുള്ള സെയിൻറ്റ് ആഗ്നസ് ഓൾഡ് ഏജ് ഹോമിൽ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുന്ന സന്യാസിനികൾ. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ആതുര ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച ഒബ്ലേറ്റ് ഹോസ്പിറ്റലർ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് OHFS എന്ന സന്യാസ സഭയുടെ കീഴിൽ അനേകം രോഗികളും ആലംബഹീനരുമായ അമ്മമാരെ ഇവർ ഇവിടെ പരിചരിക്കുന്നു. സഭയുടെ കാര്യസ്ഥത്തോട് ചേർന്ന് ഇവർ നിർവഹിക്കുന്ന ഈ പ്രേക്ഷിത ശുശ്രൂഷയുടെ മഹത്വവും നന്മയും ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ ഇപ്പോൾ നേതൃത്വം നൽകുന്ന സിസ്റ്റർ മെറ്റിൽഡ നമ്മോട് പങ്കുവച്ചു. തളർമരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സിസ്റ്ററിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സിസ്റ്ററിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ മെറ്റിൽഡ. എൻ്റെ വീട് അരുക്കുറ്റിയിലാണ്. അരുക്കുറ്റിയിൽ നിന്ന് 2 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 6 മക്കളാണ്. അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചൻ മരിച്ചിട്ട് 18 വർഷമായി. പിന്നെ അമ്മച്ചി, ആങ്ങളമാർ 2 പേര്, 3 അനിയത്തിമാർ. ഇപ്പം എല്ലാവരും മാരീഡാണ്. അവർ ഓരോ വീടുകളിലൊക്കെ സെറ്റിൽഡായി. വീട്ടിലെ അമ്മച്ചിയും ഇളയാങ്ങളെയും ഭാര്യയും 2 കൊച്ചുങ്ങളും ഉണ്ട്. സിസ്റ്ററിൻ്റെ കോൺഗ്രിഗേഷനെ കുറിച്ചൊന്ന് പറയാമോ? ദൈവവിളിക്ക് കാരണമായ സംഭവങ്ങളും കൂടെ ചേർത്ത്. എൻ്റെ ദൈവവിളിക്ക് കാരണം ആയതെന്ന് വെച്ചാൽ, ഞാൻ ചെറുതിലേ തുടങ്ങി ഇങ്ങനെ പള്ളിയിൽ പോകും. പള്ളി അടുത്താണ്. അപ്പോൾ അപ്പച്ചൻ്റെ ഒരു നിർബന്ധമാണ് നമ്മൾ ഡെയിലി കുർബാനക്ക് പോകണമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന. അപ്പോൾ കുർബാനക്ക് പോയിക്കൊണ്ടിരുന്ന അടുത്തൊരു കോൺവെൻറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു CTC സിസ്റ്റേഴ്സിൻ്റെ, അത് ഇച്ചിരി കൂടെ അടുത്താണ്. അപ്പോൾ ഡെയിലി അങ്ങനെ കുർബാനക്ക് പോകുമ്പോൾ ഈ സിസ്റ്റേഴ്സിനൊക്കെ കാണും. ചെറുതിലേ തുടങ്ങിയാൽ കാണും. അപ്പോൾ ഇവരെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു തോന്നലുണ്ട്, ഇവരെ പോലെ ആകണമെന്ന്. ഒരുവിധം ചെറുതിലേ തുടങ്ങിയാൽ പറയുമായിരുന്നു, ഞാൻ മടത്തി പോവും എന്ന് പറയും. വീട്ടുകാർ പക്ഷെ അത്ര കാര്യമായിട്ടൊന്നും അങ്ങനെ ഇതെടുത്തില്ല. പിന്നെ ഈ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന ഒന്നും അപ്പച്ചന് ഇഷ്ടമല്ല മുടക്കണത്. അത് മുടക്കിയാലൊക്കെ ഒരു തിരുമ്പ് കിട്ടും. അപ്പോൾ അപ്പച്ചൻ്റെ അടുത്തിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം കോൺവെൻറ്റിൽ ചെല്ലുമ്പോൾ സിസ്റ്റേഴ്സ് ഈ റീഡിങ് വായിക്കാനൊക്കെ പറയും, ഒരുവിധം വലുതായപ്പോഴത്തേക്കും. അന്നേരമൊക്കെ ഒരു പ്രത്യേക തോന്നിയിട്ടുണ്ട്, എനിക്ക് സിസ്റ്റർ ആകണമെങ്കിൽ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് വെക്കാം, ഇങ്ങനെ ചെയ്യാം. പിന്നെ അവർക്ക് അവിടെ ഒരു ക്ലിനിക്കൊക്കെ ഉണ്ടായിരുന്നേ അന്ന്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ സിസ്റ്റർമാർ കുർബാന കഴിഞ്ഞ് കുറേ പേര് അങ്ങോട്ട് പോണ്. അപ്പോൾ അവരെ കൂടെ നമ്മളെ കാണിച്ചൊക്കെ തരുമായിരുന്നു അന്നൊക്കെ. അങ്ങനെ ചെറുതിലേ തുടങ്ങിയ ഒരു തോന്നലുണ്ടായിരുന്നു, ഇങ്ങനെ സിസ്റ്റർ ആകണം. അപ്പോൾ എന്നും കുർബാനക്ക് പോകാം, ഇങ്ങനെ സിസ്റ്റർമാരെപ്പോഴും ഉടുപ്പിട്ട് നടക്കാം എന്നൊക്കെയായിരുന്നൊരു എൻ്റെ മനസ്സിലൊരു ചിന്ത. പിന്നെ അങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, കോൺവെൻറ്റിൽ മടത്തിൽ പോന്നു കഴിഞ്ഞാൽ ഇനി പഠിക്കണ്ട, പഠിക്കൊന്നും വേണ്ട. പിന്നെ കണ്ടേക്കണ സിസ്റ്റേഴ്സ് അവിടെ രോഗികളെ നോക്കണ്, പിന്നെ തോട്ടത്തിൽ നനക്കണ്, പൂവൊക്കെ വെട്ടി ആൾക്കാരെ വെക്കണ്. അപ്പോൾ പിന്നെ ഓസ്തി ഉണ്ടാക്കുമായിരുന്നു അവരവിടെ. അപ്പോൾ എൻ്റെ വിചാരം മുഴുവനും ഞാൻ ഇങ്ങനെ മടത്തിൽ വന്നാൽ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ തോട്ടത്തിൽ നടക്കാം, ഇത് ആൾക്കാരെ പൂവൊക്കെ, അങ്ങനെയൊക്കെ പല ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നിന്നൊക്കെ ഒരു കുറേ, പിന്നെ ആ സിസ്റ്റേഴ്സിലൂടെയാണ് ശരിക്കും എനിക്കൊരു കന്യാസ്ത്രീ ആകണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് നടക്കുമ്പോഴേ അച്ഛനോടൊന്ന് സൂചിപ്പിച്ച്, ഇടവകാരി അച്ഛനോട്. അപ്പോൾ എൻ്റെ ദൈവവിളിക്കൊരു നിമിത്തം എന്ന പോലെ എന്നെ സഹായിച്ചത് ജോബ് തൈക്കാളമുറ എന്ന് പറയുന്ന ഒരു അച്ഛൻ, നമ്മുടെ കൊച്ചി രൂപതയിലെ അച്ഛനാണ്. അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് അപ്പച്ചനോട് സംസാരിക്കാനും എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ. ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വിടാം, അപ്പച്ചനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചേക്കാം. കാരണം ഇത് കേട്ടപ്പോൾ അമ്മച്ചി സൈലൻ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പച്ചൻ ഇത്തിരി മഠത്തിലെ മണ്ണ് പോലും വിശുദ്ധമാണ്, അതിനൊന്നും പോകാൻ എൻ്റെ മകൾക്ക് യോഗ്യതയില്ല എന്ന് പറയും. പിന്നെ ബാക്കിയുള്ള എല്ലാ അനിയന്മാരൊക്കെ ചെറുതുങ്ങളല്ലേ, അവരെ കിട്ടിട്ടൊന്നും അങ്ങനെ മഠത്തിലൊന്നും പോകാൻ പറ്റൂല. മൂത്താളാണ്.
അപ്പോൾ ഞാൻ അച്ഛനോട് അപ്പച്ചൻ മടത്തി വിടുന്ന കാര്യത്തിൽ അപ്പച്ചൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല, നീ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദൈവവിളി ക്യാമ്പ് നടത്തണമെന്ന് സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും സിസ്റ്റേഴ്സ് വന്ന് സിസ്റ്റർമാർ പറഞ്ഞു, വാ ഞങ്ങളിങ്ങനെ നിങ്ങളെ ക്യാമ്പിന് ക്ഷണിക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പം ഇന്ന ദിവസം തുടങ്ങി ഇന്ന ദിവസം വരെ ഞങ്ങളൊരു ക്യാമ്പ് നടത്തുന്നുണ്ട്, അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വികാരിച്ചോട് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പച്ചൻ പറഞ്ഞ്, സിസ്റ്ററെ അത് എങ്ങനെയാണ് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചൻ അവിടെ ഒരു ഇതിൽ നിന്നങ്ങനെ. അപ്പച്ചൻ പറയണത്, മോക്ക് ഇതൊന്നും പറ്റൂല മോളെ, ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല, മോക്ക് പറ്റൂല, മോളെ കൊണ്ടാകൂല, മോളിപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കണ്ട, ഒന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ഒക്കെ ചെയ്യാം. അപ്പം ഞാൻ അത് മനസ്സിലങ്ങനെ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കുർബാനക്ക് പോയപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ സിസ്റ്റേഴ്സ് വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇന്ന ദിവസം ക്യാമ്പുണ്ട്, പക്ഷെ അപ്പച്ചിക്ക് ഇങ്ങനെ എന്തോ ഒരു വിഷമമുണ്ട്. അമ്മച്ചിയൊന്നും പറഞ്ഞില്ല, അമ്മച്ചിയുടെ ഭാഗത്തൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പക്ഷേ അപ്പച്ചൻ വിടുമെന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ അത് സാരമില്ല, ഞാൻ വന്ന് ജോസഫേട്ടനോട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ കുർബാന കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വന്ന് അപ്പച്ചനോട് ഇങ്ങനെ സംസാരിക്കണേന്ന്. ക്യാമ്പല്ലേ, സിസ്റ്ററാകാനൊട്ടൊന്നും അല്ല, അത് ക്യാമ്പിന്, അത് എനിക്കറിയാവുന്ന മഠമാണ്, അവിടെ കൊണ്ട് ആക്കാം എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ക്യാമ്പിന് ഇപ്പം അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് മോളും പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ റെഡിയാക്കി ആ ദിവസം അപ്പച്ചനുമായിട്ട് ഇടവകയിൽ വരണേണ്. ഞാനും ഉണ്ട്, എൻ്റെ അയൽവാസി പേര് ക്ലാര എന്നും പറഞ്ഞ കുട്ടിയും ഉണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുങ്ങി വീട്ടിൽ വരികയാണ് അപ്പച്ചൻ്റെ കൂട്ടത്തിൽ. അവിടെ ഈ പള്ളിയിൽ വന്നപ്പോൾ അച്ഛൻ റെഡിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോസഫേട്ട് നേരെ തിരിച്ച് വീട്ടിൽ പൊക്കോ, ഞാനാണ് കൊണ്ടേ വിടുന്നത്, ഞാൻ കൊണ്ടേ വിട്ടോളാം ഇവർ രണ്ടുപേരെ. തിരിച്ചു പോരാൻ അപ്പനൊരു മടിയുണ്ട്, പക്ഷെ അപ്പച്ചൻ പറഞ്ഞ് സാരമില്ല, അച്ഛൻ പറഞ്ഞതല്ലേ ഞാൻ പോകാം എന്ന് വെച്ച് കരഞ്ഞിട്ടൊക്കെ അപ്പച്ചൻ തിരിച്ചു പോകുന്നു. ഞങ്ങൾ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയാന്ന് ബോട്ടിന് വന്നവേ. അപ്പോൾ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്നെന്ന പോലെ എൻ്റെ വികാരി അച്ഛൻ എന്നെ ഞങ്ങൾ രണ്ടുപേരെ അത്ര വളരെ കരുതലോടുകൂടെ ഇവിടെ കൊണ്ടുവന്ന് സുപ്പീരിയറിന് ഇവിടെ ആക്കി. എന്നിട്ട് പറഞ്ഞ് ക്യാമ്പ് കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് തിരിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അച്ഛൻ തിരിച്ചു പോയി. അപ്പോൾ 5 ദിവസത്തെ ക്യാമ്പായിരുന്നു. ഒരു കാസ്യൻ അച്ഛനെന്നും പറഞ്ഞ അച്ഛനാണ് ഞങ്ങൾക്ക് ക്യാമ്പൊക്കെ നടത്തുന്നത്. ആ 5 ദിവസത്തെ പ്രിപ്പറേഷനിലൂടെ ശരിക്കും ഒരു ഉള്ളിൽ എനിക്ക് സിസ്റ്റർ ആകണം എന്നുള്ളൊരു ഉറപ്പിച്ച്. അങ്ങനെ ക്യാമ്പ് കഴിഞ്ഞ് പോയ ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ SSLC റിസൾട്ട് വന്നതിന് ശേഷം സിസ്റ്റർ അല്ല 1 മന്ത് എക്സ്പീരിയൻസിന് വിളിച്ച്. അങ്ങനെ എക്സ്പീരിയൻസിന് വന്നു. പിന്നെ അത് 1 മാസം കഴിഞ്ഞപ്പോൾ റിയലായിട്ട് വരേണ്ട ദിവസം ഡേറ്റ് പറഞ്ഞ് ആ ദിവസം ഇത്തിരി സങ്കടത്തോടുകൂടെയൊക്കെ ആണെങ്കിലും വീട്ടുകാരോട് അത്ര അറ്റാച്ചായിരുന്നു. അപ്പച്ചനാണെങ്കിലും ഒരു മൂത്ത മകളെന്ന സ്ഥാനത്ത് ഭയങ്കര അറ്റാച്ച്ഡായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഒരു ആശീർവാദമൊക്കെ മേടിച്ച് അച്ഛൻ്റെ ഒരു സപ്പോർട്ട്. നൗഷിറ്റ് ഇവിടെ തന്നെ, ഈ ബിൽഡിങ്ങിൽ തന്നെ സിസ്റ്റർ അങ്ങനെ കോൺഗ്രിഗേഷനിൽ ഇവിടെ എത്തി. ഈ കോൺഗ്രിഗേഷൻ്റെ കാര്യസ്ഥവും അതോടൊപ്പം തന്നെ ഫൗണ്ടറും മദർ റോസൊക്കെ എവിടെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കൊണ്ടായിരുന്നു. ഞങ്ങളുടെ ഫൗണ്ടർ മോണത്തേസ, ഒരു വിഡോയാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ സ്ഥാപിതമായേക്കണ ഇറ്റലിയിൽ ഫ്ലോറൻസിലാണ്. അത് 1288 സ്ഥാപിതമായതാണ്. അന്ന് ഞങ്ങളുടെ മദർ ഫൗണ്ടറസ് ഒരു വിഡോയായിരുന്നു. പോൾക്കോപ്പുറത്തിനേരി എന്ന് പറയുന്ന ഒരു ധനാഢ്യനായ മനുഷ്യൻ്റെ വീട്ടിൽ അവരുടെ മോളെ നോക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ഈവനിങ് സവാരിക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ രോഗികളെയൊക്കെ കാണുന്നത്. വഴിയരികിൽ കുഷ്ഠരോഗികളും രോഗികളും ഒക്കെ ആയിട്ട് കിടക്കണം കാണുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്രചോദനം കിട്ടണതാണ്, ഈശോയിൽ നിന്ന് ഇങ്ങനെ അവരെ നോക്കാനായിട്ടുള്ള ഒരു പ്രചോദനം. അങ്ങനെ ആ ധനാഢ്യനായ മനുഷ്യനാണ് ഈ ഒരു ഹോസ്പിറ്റൽ പണിത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ സാന്താ മരിയ നോവ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഫ്ലോറൻസിൽ പണിയും. അവിടെയാണ് രോഗികളെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് രാവും പകലും നോക്കിക്കൊണ്ടിരുന്ന. ശരിക്കും പറഞ്ഞാൽ നൈറ്റിംഗേലിന് മുമ്പേ, ഫ്ലോറൻസ് നൈറ്റിംഗേലിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഫൗണ്ടേഴ്സാണ് ഒരു നേഴ്സിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങണത് തന്നെ, സാന്താ മരിയ നോവ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ക്യാരിസത്തിൻ്റെ ഉറവ അവിടെ നിന്നാണ്. ക്യാരിസം അസിസ്റ്റൻസ് ഓഫ് ദ സിക്ക്. മദർ ഹൗസ് അവിടെ തന്നെ. ഇപ്പം ഞങ്ങൾക്ക് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഇന്ത്യ, പിന്നെ ഇറ്റലി, അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കർണാടകയിലും. അതെ, പൊന്തിഫിക്കൽ. ക്രിസ്തുവിന്റെ കുരിശിനെ പിൻപറ്റിയുള്ള ദൈവവിളിയുടെ യാത്ര. സുവിശേഷത്തെ ഹൃദയത്തിൽ ചേർത്തുവെച്ച് അനേകർക്കായി ഉരുകുന്ന ജീവിതങ്ങൾ. പ്രാർത്ഥനയുടെ പിൻബലത്താൽ തങ്ങളുടെ ദൈവവിളിയുടെ സമർപ്പണം ഇവർ ഈ രോഗികളോടൊപ്പം കർത്താവിന് സമർപ്പിക്കുന്നു.
ലോകം മുഴുവൻ ഇവരുടെ സഭ നിർവഹിക്കുന്ന ഈ ആതുര ശുശ്രൂഷ കൊച്ചിയുടെ ഈ മണ്ണിലും ഇവർ ശ്രേഷ്ഠമായി നിർവഹിക്കുന്നു. വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചും രോഗികളെ ശുശ്രൂഷിച്ചും കരയുന്നവരുടെ കണ്ണുനീർ തുടച്ചും OHFS സഭയുടെ പ്രേക്ഷിത മുഖം ഇവർ അനേകർക്ക് പകർന്നു നൽകുന്നു. സിസ്റ്റർ ഈ കോൺഗ്രിഗേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ കോൺഗ്രിഗേഷൻ്റെ പേരോ മറ്റു വിശദീകരണങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് ഒബ്ലേറ്റ് ഹോസ്പിറ്റൽ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ്, ഷോർട്ട് ഫോം OHFS എന്നാണ്. കോൺഗ്രിഗേഷൻ ഇറ്റലി സ്ഥാപിതമായി. അതിനുശേഷം ഇന്ത്യയിലോട്ട് ഞങ്ങളുടെ ആദ്യത്തെ സിസ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പ് അവർ മലയാളീസ് നേരിട്ട് ഇറ്റലിക്ക് പോയി സിസ്റ്റേഴ്സായി. അതിനുശേഷം അവരുടെ രൂപീകരണ കാലഘട്ടങ്ങളൊക്കെ അവിടെയായിരുന്നു. അവർ സിസ്റ്ററായി അവിടെ വെച്ച് തന്നെ. അതിനുശേഷം അവർ ഇന്ത്യയിലോട്ട് വന്നി ഇറ്റാലിയൻസിനോട് കൂടെ. അങ്ങനെ ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഇന്ത്യയിൽ നമുക്കൊരു ഹൗസ് വേണം, ഒരു ഫോർമേഷൻ ഹൗസൊക്കെ തുടങ്ങണം, കാരണം ദൈവവിളിയായിട്ട് വരുന്നവരെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു വേദിയാകണം. അങ്ങനെ കണ്ടുകൊണ്ട് കൊച്ചി രൂപതയിൽ ചെന്ന് അന്ന് ജോസഫ് കുരീത്ര പിതാവ് പെർമിഷൻ തന്ന് അങ്ങനെ പിതാവിൻ്റെ സഹായത്തോടും കൊച്ചി രൂപതയിലുള്ള കുറേ അച്ഛന്മാരുടെ സപ്പോർട്ടോടും പ്രാർത്ഥനയോടും സഹായത്തോടും കൂടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സ്ഥാപിച്ച് അങ്ങനെ ഫോർമേഷൻ അന്ന് തുടങ്ങി. ഞങ്ങൾക്ക് ഒത്തിരി ദൈവവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിള്ളേരും ഒത്തിരി സിസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഫോർമേഷൻ ഇവിടെ തുടങ്ങി. അതിന് ശേഷം ഞങ്ങളുടെ ക്യാരിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു ഓൾഡ് ഏജ് ഹോം തന്നെ. ഓൾഡ് ഏജ് ഹോം അറിയപ്പെടുന്നത് സെയിൻറ്റ് ആഗ്നസ് ഓൾഡ് ഏജ് ഹോം എന്നും കമ്മ്യൂണിറ്റി സെയിൻറ്റ് ആഗ്നസ് കോൺവെൻ്റ് എന്നും. അപ്പോൾ ഈ ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ ആരൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ വരുന്നത്, അവരെ സ്വീകരിക്കുന്ന രീതിയിലൊക്കെയാണെന്ന് പറയാം. ആദ്യ കാലഘട്ടങ്ങളിൽ അവരിങ്ങനെ ഒത്തിരി ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള ചാരിറ്റി ആയിട്ട് അവർക്ക് വീടുകളിൽ രോഗങ്ങൾ വന്നാൽ ശുശ്രൂഷിക്കാൻ ആരുമില്ലാതെയും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് രോഗ ശുശ്രൂഷ നടത്താനും കിട്ടാനും വേണ്ടി നഴ്സിംഗ് കെയർ കൂടുതൽ അവർക്ക് വേണമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതായിട്ട് തുടങ്ങി. അപ്പോൾ അവർ ഒത്തിരി പൂറായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ വന്ന് അവരൊക്കെ ഞങ്ങളുടെ സ്വന്തം അമ്മച്ചിമാരെ പോലെ സ്വീകരിച്ച് ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ സാധിച്ച്. കുറച്ച് പേരൊക്കെ മരിച്ചുപോയി, പക്ഷെ ഒത്തിരി പ്രാർത്ഥനയൊക്കെ അവരുടെ ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ഹെൽപ്പായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പം കുറച്ച് പേരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അത് ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾക്ക് കാരണം മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. അവരിങ്ങനെ ഇത്ര വേണമെന്നും പറഞ്ഞ് നമ്മളോട് കടമ്പിടുത്തം പിടിക്കണമെന്നൊന്നുമില്ല. അവർക്ക് കൂടുതൽ ശുശ്രൂഷ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ സേവനം. പിന്നെ ഞങ്ങളുടെ ക്യാരിസ് അതാണ്, ആതുര ശുശ്രൂഷയാണ്. ആ ആതുര ശുശ്രൂഷയിലൂടെ തുടർന്നുകൊണ്ട് പോകുന്നു. പിന്നെ തന്നെ ഇപ്പോഴത്തെ ഈ സാമൂഹ്യ പരിസ്ഥിതിയിൽ 2 മക്കളുള്ളിടത്ത് ചിലപ്പോൾ 2 പേരും പുറത്താണെങ്കിൽ ഇവിടെ അമ്മയും അപ്പനൊക്കെ ഒറ്റയ്ക്കായി പോകുന്നു, വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല, ഏകാന്തത അനുഭവിക്കുന്നു. അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ കുറച്ച് അമ്മച്ചിമാർക്കൊക്കെ ഇപ്പോൾ പ്രായമായി, അപ്പോൾ അവർക്ക് പള്ളിയിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ എല്ലാ ദിവസവും കുർബാനയും പ്രാർത്ഥനയും. അപ്പോൾ അവർ പറയണത് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടെയൊക്കെ പ്രാർത്ഥിച്ച് മനസ്സമാധാനത്തോടെ ജീവിച്ച് ഒന്ന് ശാന്തമായി ഒരു സമാധാനത്തോടെ തമ്പുരാൻ്റെ അടുത്തോട്ട് പോകാനുള്ള ഒരു ഒരുക്കം, നല്ലൊരു സ്പിരിച്വൽ ഫോർമേഷൻ കിട്ടും. അവർക്ക് കുമ്പസാരവും കാര്യങ്ങളും കുർബാനയൊക്കെ. അതെ അതെ, അവർ സന്തോഷമുള്ളവരാണ്. ഞങ്ങളെ മക്കളെ പോലെയാണ് അവർ കാണുന്നത്, ഞങ്ങൾക്ക് അവർ അമ്മച്ചിമാരെ പോലെ. സെയിന്റ് ആഗ്നസ് ഓൾഡ് ഏജ് ഹോം നിരാലംബരും ഏകസ്ഥരും രോഗികളുമായ അനേകം അമ്മമാരെ പരിചരിക്കുന്ന സ്നേഹകൂടാരം. ശാരീരിക വിഷമതകളേറെയുള്ള അനേകം ജീവിതങ്ങളെ ഈ സന്യാസിനികൾ ഇവിടെ ശുശ്രൂഷിക്കുന്നു. ക്രിസ്തു സ്നേഹമായി ഇവർ ഇവിടെ പ്രഘോഷിക്കുന്നു. അനേകർക്ക് തണലൊരുക്കി ഈ സന്യാസിനികൾ ഇവിടെ ഇവർക്ക് കാരുണ്യത്തിന്റെ കരങ്ങളേകുന്നു. ഇത്രയും കാലത്തെ ഈ കോൺഗ്രിഗേഷൻ വന്നതിന് ശേഷം നിങ്ങളും പ്രധാന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ നേരത്തെ. ആ തരത്തിലുള്ള ശുശ്രൂഷ ചെയ്തപ്പോഴേ സിസ്റ്ററുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കൂടുതൽ സന്തോഷം തോന്നുന്ന ഏതെങ്കിലും ഒരു സംഭവം എന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാനിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഈ എന്താ പറയുക, ഭയങ്കരമായിട്ട് വ്രണങ്ങളായിട്ട് വൂണ്ടൊക്കെ ഹീൽ ചെയ്യാണ്ട് ഡയബറ്റിക് വൂണ്ട് വന്നിട്ടും വീടുകളിൽ ശുശ്രൂഷിക്കാൻ പറ്റാതെ വർഷങ്ങളായിട്ട് ഹീൽ ചെയ്യാതെ കിടക്കുന്ന ഒത്തിരി രോഗികൾ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അവർ ശരിക്കും പറഞ്ഞാൽ ഒരാളൊന്ന് നന്നായിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുത്തുന്നാൽ അവരത് ഹീലാകും. അപ്പം അങ്ങനെ ചെയ്തു കുറച്ച് പേഷ്യൻറ്റുകളൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ആ വൂണ്ട് ഹീലാകണ്. അവർ സന്തോഷമായിട്ട് പിന്നെ സീറ്റ്സൊക്കെ ആയിട്ട് വന്നി
അപ്പോൾ അവർ പറയുന്നത് സിസ്റ്ററെ, പിന്നെ വേറെ വരുന്ന പേഷ്യൻറ്റോട് മൊത്തം അവർ പറയണത് സിസ്റ്റർ ഒന്ന് ഡ്രസ്സ് ചെയ്ത് തന്നെ. സിസ്റ്റർ വരുമ്പോൾ ഞാൻ ഓഫാണെങ്കിൽ അവർ ചോദിക്കും സിസ്റ്റർ ഇല്ലേ, എന്നിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ അവർ നമ്മെ ഉള്ളപ്പോൾ ഡ്രസ്സിങ്ങിന് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. എൻ്റെ ഈശോ എന്തോ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ തമ്പുരാൻ്റെ കൃപയാണ് എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ സാധിച്ചത്. കാരണം ഡോക്ടർ അഡ്വൈസ് ചെയ്യണ മെഡിസിനെ നമുക്ക് വെക്കാനും അപ്ലൈ ചെയ്യാനും പാടുള്ളൂ. പക്ഷെ നമ്മൾ അത് നല്ല രീതിയിൽ അവർക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ആ മുറിവൊക്കെ കെട്ടി ഉണക്കി കൊടുക്കുമ്പോഴുള്ള അവരുടെ ഒരു സന്തോഷം എനിക്ക് ഒരുപാട് സംതൃപ്തിയും സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം എന്നെക്കൊണ്ട് ഇതൊക്കെ ആകുമോയെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഇത്രയും വലിയ മുറിവൊക്കെ ആണെങ്കിലും നല്ല ദുർഗന്ധം ഉണ്ടാവുമായിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഒരുപാട് അനുഭവം നൽകിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഈ ഓൾഡ് ഏജ് ഹോം ആയതുകൊണ്ടേ ചിലപ്പോൾ ചില വ്യക്തികളുടെ മരണമോ ചിലരുടെ അവസാന ഘട്ടങ്ങളിലുള്ള ജീവിതമൊക്കെ ഏതെങ്കിലും നമ്മുടെ മനസ്സിനെ കൂടുതൽ പ്രയാസപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും? അതെ, അങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ ഓൾഡ് ഏജ് ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഓൾഡ് ഏജ് ഹോമിലോട്ട് വരുന്നത്. അപ്പോഴും എനിക്ക് കൂടുതൽ സന്തോഷം ഈ രോഗികളെ തന്നെയാണല്ലോ ശുശ്രൂഷിക്കുന്നത്. പിന്നെ കുറേ അമ്മച്ചിമാർ, അന്ന് ഞാൻ അവിടെ ഇൻചാർജ് ആയിരിക്കുന്ന സമയത്ത് ഒരു 33 അമ്മച്ചിമാരുണ്ട് ആ സമയത്ത്. അതിൽ കുറേ പേര് ബെഡ് റിഡനായിരുന്നു. ഒട്ടും നമ്മുടെ സഹായം ഇല്ലാണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ടോട്ടലി ബെഡ് റിഡനായിരുന്നു. പക്ഷേ അവർ ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ ഒരു അനുഭവങ്ങളെന്ന് വെച്ചാൽ, ഒരു അമ്മച്ചി പ്രത്യേകിച്ച് കണ്ണ് കാണാൻ പാടില്ല. പക്ഷേ നമ്മൾ പിടിച്ചുകൊണ്ടേ ബാത്റൂമിൽ ഇരുത്തിയാൽ പുള്ളിയുടെ നിത്യ കാര്യങ്ങളെല്ലാം പുള്ളി അവിടെ നിന്ന് ചെയ്യും. പിന്നെ നമ്മൾ കുളിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ പുള്ളി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയത് ആ അമ്മച്ചിയുടെ ഒരു മരണമാണ്. കാരണം അമ്മച്ചി കണ്ണ് കാണാൻ പാടില്ലെങ്കിലും എല്ലാം നല്ല വൃത്തിയും മെനയുള്ള ഒരു അമ്മച്ചിയായിരുന്നു. പിന്നെ ഫുൾ ടൈം നമ്മൾ നോക്കിയാൽ കൊന്തയും പിടിച്ച് നിന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണേലും കൊന്ത ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും ചവിട്ടി ചെന്നിട്ട് ഇങ്ങോട്ട് പറയും, പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ സിസ്റ്റർ മെറ്റിൽഡാണ്, എനിക്ക് വേണ്ടി മെറ്റിൽഡ സിസ്റ്ററാണോ എന്ന് ചോദിച്ച് ഞാൻ ആ ചിരിക്കുന്നത് ഒരു മുഖമാണ് എപ്പോഴും കാണാം. അപ്പോൾ ഈ അമ്മച്ചീൻ്റെ അടുത്തിരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യണം എൻ്റെ അമ്മച്ചി എൻ്റെ അടുത്തിരിക്കണ ഒരു അനുഭവമാണ്. ആ അമ്മച്ചി മരിച്ചപ്പോഴത്തേക്കും അമ്മച്ചിനെ നോക്കാൻ വരാനും ആരുമില്ല. കാരണം വെച്ചാൽ വർഷങ്ങളായിട്ടൊരു 18-19 വർഷമായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കണ അമ്മച്ചിയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ സ്വന്തം അമ്മച്ചിനെ പോലെ. അപ്പോൾ അമ്മച്ചി മരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഫീൽ ചെയ്ത കാര്യം, ഞങ്ങൾ എല്ലാ കർമ്മങ്ങളും വളരെ സന്തോഷത്തോടെ ഒത്തിരി പൂവൊക്കെ വെച്ച് അലങ്കരിച്ചാണ് അമ്മച്ചിയുടെ ആ ഒരു ഫ്യൂണറൽ സർവീസ് തന്നെ ഞങ്ങൾ നടത്തുന്നത്. പക്ഷെ ആ സമയത്ത് സ്വന്തം ബന്ധുക്കളെന്ന് പറയാനാ, സ്വന്തം കൂടപ്പുറപ്പെന്ന് പറയാനാ ആരുമില്ല. ചുറ്റിനും ഉള്ളത് ഒത്തിരി സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഈ 10-21 പേര് ഞങ്ങൾ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് അമ്മച്ചിനെ കുറിച്ച് ഇങ്ങനെ, അമ്മച്ചി മരിക്കാൻ പോണ സമയത്ത് ഞങ്ങളവിടെ അരികിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളം കൊടുക്കണ്. അപ്പോൾ ശ്വാസം വലിക്കണ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ മേരിയമ്മിച്ചി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളി കേൾക്കുന്നു. അപ്പോൾ പുള്ളി മരിക്കാൻ പോണേണല്ല എന്നുള്ളൊരു ആ കാഴ്ച കാണുമ്പോൾ കണ്ടിട്ട് എനിക്ക് സത്യം എനിക്കിപ്പോഴും ഓർത്ത സങ്കടം വരും. അത്ര ഒരു ഫീലിങ്സ് ആയിരുന്നു അമ്മച്ചിയുടെ ആ മരണം. കാരണം ആരുമില്ലെങ്കിൽ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചി, ഞങ്ങളിലൊരു അമ്മച്ചി ഞങ്ങളിൽ നിന്ന് കടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ അതൊരു ഫീലിങ്സ് ആയിരുന്നു. വാസ്തവത്തിൽ ഈ കോൺഗ്രിഗേഷൻ്റെ കാര്യസം ശരിക്കും അനുഭവിച്ച സ്ഥലങ്ങളായിരുന്നു അതൊക്കെ, അല്ലേ? അതെ അതെ, അതൊക്കെ ഒത്തിരി അനുഭവമായിരുന്നു ജീവിതത്തിൽ രോഗി ശുശ്രൂഷകളിലൂടെ കിട്ടിയിട്ടുള്ളത്. ഏറ്റെടുത്ത ദൈവവിളിയുടെ മഹത്വമേറിയ ദർശനങ്ങൾ ജീവിതം കൊണ്ട് ഇവർ പ്രഘോഷിക്കുന്നു. ക്രൂശിതന്റെ മുറിവിന്റെ സൗഖ്യം സ്നേഹവും കരുതലുമായി ഇവർ പകർന്നു നൽകുന്നു. സന്യാസത്തിന്റെ സമർപ്പണ ചിത്രങ്ങൾ. ഇത്രയും സമയം സിസ്റ്ററിനോടുകൂടി സംസാരിച്ചപ്പോഴേ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നത്, സിസ്റ്റർ അപ്പച്ചൻ്റെ വലിയ താല്പര്യമില്ലെങ്കിൽ തന്നെയും കോൺഗ്രേഷനിലേക്ക് വന്നു ചേർന്നു. കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയൊക്കെ ശുശ്രൂഷ ചെയ്യിച്ചു. ഈ ശുശ്രൂഷകളിലൊക്കെ കർത്താവ് സിസ്റ്ററിന് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സിസ്റ്ററിനെ പോലെ തന്നെ കോൺഗ്രേഷൻ മറ്റുള്ളവർക്കും ലഭിക്കുന്നുണ്ടാകാം. അതൊന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? അങ്ങനെയാണ്. തീർച്ചയായിട്ടും. ഞാൻ സന്യാസത്തിലോട്ട് വന്നതിന് ശേഷം ഈ ശുശ്രൂഷ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് എൻ്റെ കോൺഗ്രിഗേഷനിൽ നിന്ന് എനിക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട്, എല്ലാ കാര്യത്തിലും അവരുടെ പ്രാർത്ഥന. പിന്നെ എനിക്ക് മുന്നേ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഈ ശുശ്രൂഷയിൽ ഒത്തിരി ആനന്ദം കണ്ടെത്തുന്നുണ്ട്, ഒത്തിരി സന്തോഷം.
അതെനിക്കൊരു പ്രചോദനമാണ്. ഞാൻ എപ്പോഴും ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഈ ഒരു ശുശ്രൂഷ ചെയ്യാനും എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെതായ പൂർണ്ണതയിൽ ചെയ്യാനായിട്ടൊക്കെ ഉള്ള പരമാവധി പരിശ്രമിക്കുകയും അതിനുള്ള സന്തോഷം ഞാൻ കണ്ടെത്തുന്നുണ്ട്. ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. കാര്യം എൻ്റെ അപ്പച്ചന് എന്നെ ഒരു ദൈവത്തിലോട്ട് വിടാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും പിന്നീട് അപ്പച്ചൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ആ ഒരു ശാന്തതയോടുകൂടെയുള്ള അതൊക്കെ എനിക്കൊരു ആനന്ദമാണ് സന്യാസ ജീവിതത്തിൽ. ഞാൻ എപ്പോഴും എൻ്റെ സന്യാസ ജീവിതത്തിൽ ഒരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഒരു മുഖം വാടിയാല അല്ലെ എനിക്കൊരു വിഷമം വന്നാല എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ താങ്ങി നിർത്താനായിട്ട് എൻ്റെ ഈ ഒരു സന്യാസ സമൂഹം, ഈ ഒരു കുടുംബം എന്നോടൊപ്പം ഉണ്ട്. സിസ്റ്റേഴ്സ് എനിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, എൻ്റെ ഇടത്തും വലത്തും എന്ന് പറഞ്ഞൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പ്രവർത്തന മേഖലകളിൽ ഞങ്ങളെല്ലാവരും, എല്ലാ സിസ്റ്റേഴ്സും ഒത്തിരി ഹാപ്പിയാണ് ഈ പ്രവർത്തനം. ഹാപ്പിയാണെന്ന് മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാത്ത മനുഷ്യരോടൊപ്പം വേറെ ആരും ഇല്ല. മക്കളോ അല്ലെങ്കിൽ ജീവിത പങ്കാളികളോ ആരുമില്ല. അങ്ങനെയുള്ളവരിലെ ദൈവത്തിൻ്റെ മക്കളെ കാണുവാൻ സാധിക്കുന്നത് ഒരു വലിയ സന്തോഷകരമല്ലേ? അതെ, അതൊത്തിരി സന്തോഷം തരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ആ ആതുര ശുശ്രൂഷയുടെ മേഖല എന്ന് പറയുന്ന ഒരു ദേവാലയമായിട്ട് കാണാനാണ്. ഒരു ആസ്പത്രി എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ, അത് ഒരു ദേവാലയമാണ്. ആ രോഗി കിടക്കുന്ന ആ കിടക്ക, ആ കട്ടിൽ അൾത്താരയാണെന്നും ആ കട്ടിലിൽ കിടക്കുന്ന രോഗി എന്ന് പറയുന്ന രോഗിയല്ല, ഈശോയാണ്. അപ്പോൾ ആ അൾത്താരയിൽ ഈശോനെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ആ ഒരു സന്തോഷം ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനും ആ ആനന്ദവും സന്തോഷവും ഒക്കെ എപ്പോഴും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് എൻ്റെ സന്യാസ ജീവിതത്തിൽ. ഏറെ സന്തോഷം സിസ്റ്റർ. ഞങ്ങൾ ഇവിടെ വന്ന സമയം മുതൽ നന്നായിട്ട് ഞങ്ങളോട് സഹകരിക്കുകയും സിസ്റ്ററിൻ്റെ ഈ വ്യക്തിപരവും ഈ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചത് മറ്റുള്ളവർക്കേറെ പ്രചോദനമാകാനിടയുണ്ട്. ഈ ഷാലോമിലെ ഈ തണൽ മരങ്ങളിലെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ മരം വളരെയധികം പേർക്ക് തണൽ നൽകുന്ന ഒരു കോൺഗ്രിഗേഷനാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഞങ്ങളോട് സഹകരിച്ചതിന് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ കോൺഗ്രിഗേഷൻ സഭയ്ക്കും സമൂഹത്തിനും വളരെ അനുഗ്രഹമായി തീരട്ടെ. സിസ്റ്ററിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. രോഗികൾക്കും ആലംബഹീനർക്കും ആശ്രയമേകുന്ന സാക്ഷ്യജീവിതങ്ങൾ, അനേകരുടെ കണ്ണീർ തുടയ്ക്കുന്ന സുവിശേഷ സാക്ഷ്യങ്ങൾ, വേദനിക്കുന്നവരെ കേൾക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന തിരുസഭയുടെ സുന്ദരമുഖങ്ങൾ. അതെ, തണൽ മരങ്ങൾ ഇങ്ങനെയാണ്. വേനലുകളിൽ കുളിർമ നൽകുന്ന തണലൊരുക്കി അവർ ക്രിസ്തുവിൻ്റെ മുഖത്തെ സമൂഹത്തിൽ പ്രശോഭിപ്പിക്കുന്നു.